സൂറത്തു മറിയമിലെ 24 വരെയുള്ള വചനങ്ങളാണ് പഠിച്ചത്. 25 ഇന്ന് മുതൽ എടുക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. മറിയം ബീവിയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വചനങ്ങളിൽ നമ്മൾ പഠിച്ചത്, അവർക്ക് പ്രസവവേദന വന്നു. ഒരു ഈത്തപ്പന മരത്തിൻ്റെ ചുവട്ടിലവർ അഭയം തേടി. അവർ വിഷമിച്ചുകൊണ്ട് പറഞ്ഞു, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ. ഞാനിതിനു മുമ്പ് മരിച്ചു പോവുകയും ഏവരാലും മറക്കപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് അവർ വിലപിക്കുന്നു. അപ്പോൾ അവർക്കൊരു വിളിയാളം വരുന്നു. ഫനാദാഹ മിൻ തഹ്തിഹ, താഴ്ഭാഗത്ത് നിന്ന് വിളിക്കുന്നു, അല്ലാ തഹ്സനി, നീ വിഷമിക്കേണ്ടതില്ല. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, നിനക്ക് താഴെ റബ്ബ് നിനക്കിതാ ഒരു നല്ല അരുവി നിനക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നു. അതല്ലെങ്കിൽ ഒരു നേതാവാകുന്ന ഒരു മഹാനാകുന്ന ആളെയാണ് നിൻ്റെ അടിവയറ്റിൽ അല്ലാഹു തആല ജന്മം കൊള്ളിക്കുന്നത് എന്നും അതിന് അർത്ഥമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പ്രത്യക്ഷാർത്ഥം അവിടെ അരുവിയാണ് എന്നാണ്. ശേഷമായത്തും ആ നിൽക്കണം മനസ്സിലാണത്. ഇതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നിനക്ക് താഴെ അല്ലാഹു തആല ഒരു അരുവി ഒരുക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ വിഷമിക്കേണ്ടതില്ല. പിന്നെ വഹുസ്സി ഇലൈകി ബിജ്ദിഇൻ നഖ്ല തുസാഖിതു അലൈകി ഉതബൻ ജനിയ. വഹുസ്സി ഇലൈകി, വഹുസ്സി നീ കുലുക്കുക, പിടിച്ച് കുലുക്കുക. വഹുസ്സി ഇലൈകി, ഹസ്സ എന്ന് പറഞ്ഞാൽ കുലുക്കി എന്ന നേരെ വാക്കർത്ഥം. ഹസ്സ യഹുസ്സു എന്ന പദം, ഹസ്സ യഹുസ്സു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പിടിച്ച് കുലുക്കുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുക. വഹുസ്സി കുലുക്കുക അല്ലെങ്കിൽ വലിക്കുക, ഇങ്ങോട്ട് ചേർത്തി പിടിക്കുക, അതിനൊക്കെ ആ പദം ഉപയോഗിക്കാം. വഹുസ്സി ഇലൈകി, നീ നിന്നിലേക്ക് ഇങ്ങ് പിടിച്ച് വലിക്കുക അല്ലെങ്കിൽ കുലുക്കുക. ബിജ്ദിഇൻ നഖ്ല, ഈത്തപ്പന തടിയെ, ആ ഈത്തപ്പന മരത്തെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുക. എങ്കിൽ തുസാഖിതു അലൈകി റുതബൻ ജനിയ, നല്ല പാകമായ ഈത്തപ്പഴം
നിനക്ക് അതിൽ നിന്ന് കൊഴിഞ്ഞു വീഴും എന്ന് അല്ലാഹു തആല മറിയം ബിവിക്ക് അറിയിപ്പ് നൽകുന്നു. മറ്റൊരു ദൃഷ്ടാന്തം കൂടിയാണ് അവിടെ പ്രകടമാകുന്നത്. അല്ലാഹു തആല ഒരു പുതിയ ദൃഷ്ടാന്തം കൂടി അവരോട് പ്രകടിപ്പിക്കുന്നു എന്നർത്ഥം. സാധാരണ ഇപ്പോൾ ഈത്തപ്പഴ മരം പിടിച്ച് കുടിക്കാൽ വീഴൂല. ഒരു ഈത്തപ്പഴ മരം എന്നുള്ളത് കുലുങ്ങൂല്ല, കുലുങ്ങിയിട്ട് ഈത്തപ്പഴമായിട്ട് വീഴൂല്ല. നമ്മൾ തെങ്ങ് മരയാണല്ലോ. പക്ഷേ ഇവിടെ ഒരു ദൃഷ്ടാന്തം അല്ലാഹു തആല അവിടെ നടപ്പാക്കുന്നു. അതാണ് വഹുസയിലേക്ക് ജിദ്അ തടിയാണ്. നേരത്തെ പഠിച്ചു പോയത് കഴിഞ്ഞ ക്ലാസ്സിലും. ജിദ്ഉൻ നഖ്ല. അപ്പോൾ ഈത്തപ്പഴ തടി എന്നുള്ളത് ഒരിക്കലും പിടിക്കാനോ കുടിക്കാനോ പറ്റിയതല്ല. അല്ലാഹു തആല ഒരു നിമിത്തം അതുവഴി ഉണ്ടാക്കി എന്നു മാത്രം. മരത്തിരിക്കാൻ ജിദ്ഉ എന്നറിയാം. ചെറുത് തൈകൾ ജിദ്ഉ ശരിക്കും അതിൻ്റെ തടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്നല്ലേ, തടിയാണ് ജിദ്ഉ. ഹുസി ഇലൈകി ബിജിദ്ഇൻ നഖ്ല. അപ്പോൾ അവർക്ക് അല്ലാഹു തആല അത്ഭുതകരമായി കൊണ്ട് ഇവിടെ വീണ്ടും ഒരു ഭക്ഷണം ഇവിടെ ഒരുക്കി കൊടുക്കുന്നു. നേരത്തെ ഒന്നുമില്ലാതെ കൊടുത്തു. നേരത്തെ ഒന്നുമില്ലാതെ കുല്ലമാ ദഖല അലൈഹാ സക്കരിയ്യ അൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ ഖാല യാ മർയം അന്നാ ലക്കി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. പഠിച്ച ആയത്ത്. അവർ സക്കരിയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോഴെല്ലാം അവരുടെ മുമ്പിൽ ഭക്ഷണം കാണുന്നു. അപ്പോൾ അവിടെ ഒന്നുമില്ല, പ്രത്യേകിച്ച് യാതൊരു അസ്ബാബുകളുമില്ലാതെ ഒരു നിമിത്തങ്ങളുമില്ലാതെ അല്ലാഹു തആലയുടെ ഭക്ഷണം അവർക്ക് ലഭ്യമാക്കുന്നു. ഇവിടെ അല്ലാഹു തആല ഒരു സബബുണ്ടാക്കി. ഒരു മരമുണ്ട്, ആ മരത്തിന് ചുവട്ടിലാണ്. അപ്പോൾ ആ മരം ഒന്ന് പിടിച്ച് വലിക്കൽ കുലിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഈത്തപ്പഴം താഴെ വീഴുന്നു. അല്ലാഹു തആല ഒരു സബബ് അവിടെ വെച്ചു. ആ സബബിലൂടെ ഒരു അത്ഭുതകരമായ കാര്യം അല്ലാഹു തആല നടപ്പാക്കി. പിന്നെ തഫ്സീറുകളിൽ പല ചർച്ചകൾ കാണാം. ഇത് ഉണങ്ങിയ മരമായിരുന്നു. ഹസ്സ അതല്ലല്ലോ. സഹ്സക്ക് പിന്നെ അബ്അദന അകറ്റുക എന്ന് പറഞ്ഞ. ഇവിടെ തഫ്സീറുകളിൽ പല ചർച്ചകൾ കാണാം. ആ മരം ഉണങ്ങിയ മരമായിരുന്നു, അല്ലെങ്കിൽ അതിൽ പഴമില്ലാത്ത മരമായിരുന്നു എന്നൊക്കെ തഫ്സീറുകളിൽ പലരും അഭിപ്രായമായി രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു അഅലം. നമുക്കത് ഗണ്യമായ ഗ്രന്ഥനയാണ് എന്ന് പറയാനൊന്നും നമുക്ക് കഴിയില്ല. ഏതാണെങ്കിലും അല്ലാഹു തആല അവിടെ ഒരു അത്ഭുതകരമായിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് അതും ഒരു ദൃഷ്ടാന്തമായിരുന്നൊരു ഉണങ്ങിയ മരം അവർ പിടിക്കുമ്പോൾ അത് പച്ചയാകുന്നു, അത് കായ ഉണ്ടാകുന്നു, ആ കായ കൊഴിഞ്ഞു വീഴുന്നു. അങ്ങനെയാണ് അല്ലാഹു തആല നിശ്ചയിച്ചത് എന്ന് തഫ്സീർ പലരും അഭിപ്രായങ്ങളായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതാണോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് നിർവാഹമൊന്നുമില്ല. റസൂൽ അങ്ങനെ പറഞ്ഞാൽ അത് ഉണ്ടെന്ന് വിശ്വസിക്കാന്നല്ലാതെ മറ്റുള്ളതൊക്കെ ഒരു പക്ഷേ ഇസ്രായേലി കഥകളിൽ കേട്ടതാവാം, അല്ലെങ്കിൽ ചില നിഗമനങ്ങളാവാം, അല്ലെങ്കിൽ ആയത്തിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ നിന്ന് അങ്ങനെ ഗ്രഹിച്ചതാവാം. ഏതാണെങ്കിലും ഗണ്യമായത് അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. ഹുസി ഇലേക്ക്, നീ നിന്നിലേക്ക് ഇങ്ങ് വലിക്കുക, അല്ലെങ്കിൽ നീ കുലുക്കുക. ബിജിദ്ഇൻ നഖ്ലത്തി, ഈത്തപ്പനയുടെ തടിയെ നീ പിടിച്ച് കുലുക്കുക. എങ്കിൽ തുസാഖിത്ത് അലൈക്ക്, തുസാഖിത്ത് വീഴും, ഉതിർന്ന് വീഴും, കൊഴിഞ്ഞു വീഴും. അതാണ് തുസാഖിത്ത്. തസാഖത്ത എന്ന പദവുമാണ് പരത്തുന്നുണ്ടാണ്. തസാഖത്ത എന്ന വാക്കിന്ന് തസാഖത്തു. ഇതിൽ ഇതിൽ 9 ഖിറാഅത്ത് ഇതിലുണ്ടെന്നാണ്. തുസാഖിത്ത് എന്ന ഈ ഒരു പദത്തിൽ 9 ഖിറാഅത്തിൽ ഇത് പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. ഖുർആനിൽ മൊത്തം 10 ഖിറാഅത്ത് ഉണ്ടല്ലോ, അശ്റ ഖിറാഅത്ത്. അതിൽ ഏറ്റവും സർവ്വസംഗമായി അംഗീകരിക്കപ്പെട്ട 7 എണ്ണമുണ്ട്, അതിലേക്ക് ചേർക്കപ്പെടുന്ന 3 എണ്ണവും. അങ്ങനെ 10 ഖിറാഅത്തുകളാണ് ഖുർആനിൽ ലോകത്ത് മുഴുവൻ അംഗീകരിച്ചത്. പിന്നെ അതിനപ്പുറത്ത് വേറെ ഉണ്ട്, അത് പിന്നെ ദഈഫായ ഖിറാഅത്തുകളാണ്. 10 ഖിറാഅത്തുകൾ അംഗീകരിക്കപ്പെട്ട ഖിറാഅത്തുകളുണ്ട്. അപ്പോൾ ഖുർആനിൽ ചില സ്ഥലത്തൊക്കെ ഒന്നിലേറെ രൂപത്തിൽ ഓതാൻ പറ്റിയതുണ്ടാവും. ഒരേ വാക്കിന് തന്നെ മറ്റു രൂപത്തിൽ ഓതാൻ അനുവാദമുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു ഖുർആൻ ഇറങ്ങിയത് അലാ സബ്അത്തി അഹ്റൂഫിൻ, 7 രീതികളിൽ ഖുർആൻ അവതരിച്ചിരിക്കുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതെല്ലാ സ്ഥലത്തും അല്ല, ചില സ്ഥലങ്ങൾ, ചില വചനങ്ങൾ, ചില വാക്കുകളൊക്കെ അങ്ങനെയും ഓതാം ഇങ്ങനെയും ഓതാം എന്നുണ്ടാവും. അപ്പോൾ വ്യത്യസ്ത ഖിറാഅത്ത്, അതിന് വ്യത്യസ്ത ലക്ഷ്യങ്ങളുണ്ട്. എന്തിനാ അപ്പം അങ്ങനെ വെച്ചത് വെച്ചാൽ വ്യത്യസ്ത ലക്ഷ്യമുണ്ട്.
ഒന്ന്, അറബികൾ അവിടെ എല്ലാവരും ഒരേ ഭാഷക്കാരല്ല. അറബിയാണെങ്കിലും ആ അറബിയിൽ തന്നെ വ്യത്യസ്തമായ ലഹജകൾ അവർക്കുണ്ട്, ഓരോ ഭാഷ ശൈലികൾ. അത് ഏത് ഭാഷ അങ്ങനെ തന്നെയാണ്. ഇപ്പം മലപ്പുറക്കാരൻ മലയാളമല്ല, കാസർഗോഡോ അല്ലെങ്കിൽ തൃശ്ശൂരോ പോയോ ഉണ്ടാവുക, മലയാളം തന്നെയാണ്, പക്ഷേ രണ്ടും രണ്ട് ഭാഷയാണ്. അപ്പോൾ അവിടെ ഏറ്റവും ശുദ്ധമായ അറബി, നല്ല സ്ഫുടമായ അറബി സംസാരിക്കുന്ന ഖുറൈശികളാണ്. ആ ഖുറൈശി ഭാഷയിലാണ് ഖുർആൻ അവതരിച്ചത്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ എന്ന് ഖുർആൻ പറഞ്ഞു. മുബീനായ അറബി ഭാഷയിൽ. മുബീൻ എന്നാൽ വ്യക്തമായത്, അതാണ് മുബീൻ. അത് നമ്മൾ അൽ മുബീൻ തഫ്സീർ ആ പേരാണ്, മുബീൻ, വ്യക്തമായതാണ്. അപ്പോൾ ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളതാണ്. അത് ഖുറൈശികളുടെ ഭാഷയാണ്. എന്നാൽ മറ്റു ചില ഗോത്രങ്ങളെയൊക്കെ ഖുർആനിൽ അല്ലാഹു തആല ചില സ്ഥലത്ത് പരിഗണിച്ചു. അപ്പോൾ അവരുടെ ചില ശൈലികൾ കൂടി ആ വാക്കുകളിൽ അല്ലാഹു തആല അനുവദിച്ചു. അപ്പോൾ അവിടെ അങ്ങനെയും ഓതാം ഇങ്ങനെയും ഓതാം. ആ ഗോത്രങ്ങൾക്കൊരു പരിഗണന, അല്ലെങ്കിൽ അവരെ കൂടി മനസ്സിലാക്കാനുള്ള ഒരു രീതി എന്നെനിക്കുമാവാം. മറ്റൊന്ന്, ഒരു അർത്ഥവ്യാപ്തി. ഒരു രൂപത്തിൽ പറയുമ്പോൾ ഒരു അർത്ഥമായിരിക്കും, മറ്റൊരു രൂപത്തിൽ പറയുമ്പോൾ മറ്റൊരർത്ഥമായിരിക്കും. അത് രണ്ടും ഉപയോഗിക്കാമെന്ന് വരുമ്പോൾ രണ്ടർത്ഥവും അവിടെ അനുയോജ്യമാണ് എന്ന് വന്നു. അപ്പം മാലിക് യൗമിദ്ദീൻ എന്നതിൽ മലിക് യൗമിദ്ദീൻ എന്നും ഓതാം. മാലിക് യൗമിദ്ദീൻ എന്നും മലിക് യൗമിദ്ദീൻ എന്നും പാരായണമുണ്ട്. മാലിക് എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ്, മലിക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്നുമാണ്. രാജാവായതുകൊണ്ട് ഉടമസ്ഥനാകണം എന്നില്ല, ഉടമസ്ഥനായാൽ രാജാവാകണം എന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ പലതിനെയും ഉടമക്കാരാണല്ലോ. നമ്മുടെ വീടിൻ്റെ ഉടമസ്ഥനാണ്, പറമ്പിൻ്റെ ഉടമസ്ഥനാണ്, വണ്ടിയുടെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് നമ്മൾ രാജാക്കന്മാരാണോ? അല്ല. എന്നാൽ രാജാക്കന്മാർ പലരുമുണ്ട് ലോകത്ത്, ഓലൊക്കെ ഉടമക്കാരാണോ? അതുമല്ല. അള്ളാഹു രാജാതിരാജനുമാണ്, അള്ളാഹു ഉടമസ്ഥനുമാണ്. ഇപ്പം മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിന് അപ്പുറത്തേക്ക് അർത്ഥം കൂടി മലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞപ്പോൾ കിട്ടി. അപ്പോൾ രണ്ട് ഖിറാഅത്ത് വന്നപ്പോൾ കുറച്ചും കൂടി അർത്ഥവ്യാപ്തി അതിന് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾക്കാണ് വ്യത്യസ്ത ഖിറാഅത്തുകൾ ഉണ്ടാകാറുള്ളത്. എന്താണ് വ്യത്യസ്ത ഖിറാഅത്തുകൾ വ്യത്യസ്ത ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉണ്ടാവാറുണ്ട്. ലമ എന്നത് ഉപയോഗിക്കുന്നുണ്ട്, ലമ്മ എന്നർത്ഥം ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരിക്കലുമില്ല എന്നർത്ഥത്തിൽ. അതെ ഉണ്ട്. അപ്പോൾ വ്യത്യസ്ത ഖിറാഅത്തുകൾ വരും. വൈൽ മഗ്ദൂബി അലൈഹിം, അവിടെയൊക്കെ ഇതേപോലെ വ്യത്യസ്തമായ ഖിറാഅത്തുകൾ കാണാൻ പറ്റും. അപ്പോൾ ചില സ്ഥലത്തൊക്കെ അങ്ങനെ കാണും. അതാണ് 7 ഖിറാഅത്ത്, 10 ഖിറാഅത്ത്, 10 ഖിറാഅത്തിൽ ഇജാസയുണ്ട്, 7 ഖിറാഅത്തിൽ ഇജാസയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ 10 ഖിറാഅത്തും അത് പഠിച്ച് അതിൻ്റെ കൃത്യമായ എല്ലാ വശങ്ങളും ഗ്രഹിച്ച് അത് അതേപടി പഠിപ്പിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള അനുമതി ലഭിച്ച ആളുകൾ, അതാണ് 10 ഖിറാഅത്തിൽ ഇജാസ. അപ്പോൾ നമ്മുടെ ഷെയ്ഖ് യാസിർ ബിൻ ഹംസ മലയാളിയാണ്, അദ്ദേഹം 10 ഖിറാഅത്തിൽ ഇജാസയുള്ളവരാണ്. പലരുമുണ്ട്, ഇപ്പോൾ മലയാളികളായ പലരും അങ്ങനെ 10 ഖിറാഅത്തിൽ ഇജാസ കുട്ടികൾ. ഇപ്പോൾ അവിടെയൊക്കെ പഠിച്ചത്, ഗൾഫിലൊക്കെ പഠിക്കുന്ന പല കുട്ടികളും ഇങ്ങനെ ഇജാസ എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇജാസ സംവിധാനം ഇല്ല. കേരളത്തിൽ അങ്ങനെ ഇഫ് തന്നെ അടുത്ത കാലത്താണ് ആരംഭിച്ചത്. ഇജാസ എന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ പൊതുവെ മലയാളികൾക്കിടയിൽ പരിചയം അല്ല. ഇപ്പോൾ നമ്മൾ ജാമിയിൽ അൽഹംദുലില്ലാഹ് ഖിസ്മുൽ ഇജാസ ആരംഭിച്ചു. കഴിഞ്ഞ മാസം മുതൽ ഇജാസത്തിൻ്റെ ഖിസ്മ ആരംഭിച്ചു. 7 ഖിറാഅത്തിൽ ഇജാസയുള്ള എന്താണ് ഇല്ല 7 ഖിറാഅത്തിൽ ഇജാസയുള്ള ഒരു ഉസ്താദ് നമുക്ക് കിട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം മുതൽ ഖിസ്മുൽ ഇജാസ കൊടുക്കാനുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഹാഫിളീങ്ങളായ ആളുകൾ അവിടെ വന്ന് അദ്ദേഹത്തിന് ഓതിക്കൊടുക്കും. അതുപ്രകാരം അദ്ദേഹം അതിന് നേതൃത്വം നൽകും. എന്നാൽ അവർക്ക് ഒരു ഇജാസ അദ്ദേഹം നൽകും. അൽഹംദുലില്ലാഹ്. ഏതെന്നാലും ഇവിടെ തുസാഖിത്ത് എന്ന പദത്തിൽ 9 ഖിറാഅത്തുകൾ ഉണ്ട് എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുള്ളാഹ് സമഖ്ശരിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. തുസാഖിത്ത് എന്നോതാം, അതേപോലെ തതസാഖത്ത് എന്നോതാം, യസ്സാഖത്ത് എന്നോതാം, തസ്ഖുത്ത് എന്നോതാം, യുസ്ഖിത്ത് എന്നോതാം, തസ്ഖുത്ത് എന്നോതാം, അതേപോലെ യസ്ഖുത്ത് എന്നോതാം. ഇങ്ങനെ 9 ശൈലിയിൽ ഈ പദത്തിന് ഖിറാഅത്ത് നബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഖിറാഅത്ത് നബിയിൽ വന്ന ഖിറാഅത്താണ്, അല്ലാതെ ഇഷ്ടത്തിന് ഓതലല്ല. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് ഓതിക്കൊടുക്കും, നബി സ്വഹാബിമാർക്ക് ഓതിക്കൊടുക്കും.
അതാണ് ഖിറാഅത്ത് എന്നത്. അല്ലാതെ ഓരോരുത്തർ അർത്ഥം നോക്കി അങ്ങനെ ഇങ്ങനെ ഓതാന്ന് പറയില്ല. അല്ലാഹു തആല വഹയ്യായി ജിബ്രീലിനെ പറഞ്ഞയച്ച് ജിബ്രീൽ വന്ന് നബിക്ക് ഓതി കൊടുക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രാവശ്യം ഓതി കൊടുക്കുമ്പോൾ തുസാഖിത്ത് അലൈക റുതബൻ ജനിയ്യാന്ന് ഓതി കൊടുക്കും. മറ്റൊരു തവണ ജിബ്രീൽ ഓതി കൊടുക്കുമ്പോൾ തസാഖത്ത് അലൈക റുതബൻ ജനിയ്യാന്ന് ഓതി കൊടുക്കും. മൂന്നാമത് സുഹൃത്ത് ഓതി കൊടുക്കുമ്പോൾ യസ്സാഖത്ത് അലൈക റുതബൻ ജനിയ്യാന്ന് ഓതി കൊടുക്കും. അപ്പോൾ അതൊക്കെ ജിബ്രീലിൽ നിന്ന് കിട്ടിയ ഖിറാഅത്താണ്. ആ ഖിറാഅത്ത് നബിയിൽ നിന്ന് സ്വഹാബിമാർ പഠിക്കുന്നു. ആ സ്വഹാബത്തിൽ നിന്ന് അത് കൈമാറി 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 അതങ്ങനെ പോരുന്നു. സനദടക്കമുണ്ടാകും. ആ ഓരോ ഖിറാഅത്തും സനദ് വരെ നബിയിലേക്ക് എത്തുന്ന സനദടക്കമുണ്ടാകും. അതിൽ ദഈഫായ സനദ് ഉണ്ടാകും, സ്വഹീഹായ സനദ് ഉണ്ടാകും. ഹദീസുകൾ ഇതുപോലെ തന്നെയാണ്. ചില ആൾക്ക് ഹദീസാണ് ഈ സനദും ഇതൊക്കെ പറയുമ്പോൾ അതുപോലെ ദഈഫും കൂടെ മറ്റൊക്കെ ഉള്ളതല്ലേ, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഖുർആനിപ്പോൾ അങ്ങനെ അല്ലല്ലോ പറയും. ഖുർആനിലുമുണ്ട് ഈ സനദൊക്കെ. ഖുർആനിൽ നമ്മൾ ഓതുന്ന ഓരോ ഖിറാഅത്തിനും സനദുണ്ട്. നബിയിലേക്ക് എത്തുന്ന ശരിയായ പരമ്പരയുണ്ട്. ഒരു ഖിറാഅത്ത് നബിയിലേക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് ചർച്ചകളുണ്ടാകും. അത് ദഈഫാണോ സ്വഹീഹാണോ ചർച്ച ഉണ്ടാകും. അല്ലാതെ ഹദീസിൽ മാത്രമല്ല സനദ് എന്ന സംവിധാനമുള്ളത്. അപ്പോൾ തുസാഖിത്തു അലൈക്ക്, നിന്റെ മേൽ വീഴും, റുതബൻ ജനിയ്യ. റുതബ് ഈത്തപ്പഴം, റുതബ് പച്ച ഈത്തപ്പഴത്തെ സാധാരണ റുതബ് ഉപയോഗിക്കുക. തമ്രും റുതബും. തസാഖത്ത തസാഖത്ത തഫാഅല സാഖത്ത ഫാഅല. അത് എല്ലാ സ്ഥലത്തും വരുന്നില്ല, എല്ലാ പദത്തിലും ആ അർത്ഥം വരുന്നില്ല തഫാഅല എന്ന് ഉപയോഗിക്കുമ്പോൾ. അതേപോലെ ഇസ്സാഖത്ത അതിന് വരാൻ പറ്റില്ല. അതാണ് യസ്സാഖത്ത് എന്ന പ്രയോഗം വന്നത്. ഇസ്സാഖത്ത എന്നതിൽ നിന്ന് യസ്സാഖത്തു. ഒരു ഖിറാഅത്ത് അങ്ങനെ പറഞ്ഞല്ലോ, യസ്സാഖത്തു. തുസ്ഖിത്ത് എന്ന ഖിറാഅത്തുണ്ട് തന്നെ. അസ്ഖത്ത യുസ്ഖിത്തു എന്നതിൽ നിന്ന് തുസ്ഖിത്ത്. യുസ്ഖിത്ത് എന്ന പ്രയോഗമുണ്ട്. അല്ലെങ്കിൽ യസ്ഖുത്ത് സഖത്ത, സഖത്ത യസ്ഖുത്തു എന്നതിൽ നിന്ന് യസ്ഖുത്ത് എന്ന ഖിറാഅത്തുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോൾ വീഴും അല്ലെങ്കിൽ വീഴ്ത്തും എന്ന് കൈമാറും. അപ്പോൾ ഒന്നുകിൽ യസ്ഖുത്ത് അല്ലെങ്കിൽ വീഴും. തസ്ഖുത്ത് ആകുമ്പോൾ വീഴും തന്നെ സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കും. യുസ്ഖിത്ത് പറയുമ്പോൾ അത് വീഴ്ത്തിത്തരും എന്നാവും. തുസ്ഖിത്താകുമ്പോൾ അതിന് സ്ത്രീലിംഗമായി മാറി. അല്ലെങ്കിൽ യസ്സാഖത്താകുമ്പോൾ ഒന്നിനെ പിറകെ ഒന്നായി വീഴുക എന്നർത്ഥം വരും. ധാരാളമായി കൊഴിഞ്ഞു വീഴുക, ഉതിർന്ന് വീഴുക എന്നർത്ഥം വരും. റുതബ് ഈത്തപ്പഴം, പച്ചയായ അല്ലെങ്കിൽ പഴുത്തു തുടങ്ങുന്ന ഈത്തപ്പഴത്താണ് സാധാരണ ഉപയോഗിക്കുന്നത്. തമ്രും റുതബും. തമ്ര് കുറച്ചും കൂടെ ഉണങ്ങുമ്പോഴാണ് തമ്രാവുക, കാരക്ക എന്ന് പറഞ്ഞാൽ അത് തമ്ര്. റുതബ് ഈത്തപ്പഴയാണ്. എന്നാൽ ഇവിടെ റുതബൻ ജനിയ്യാന്നാണ്. ജനിയ്യ എന്നാൽ പാകമായതിനാണ്. ജനിയ് പാകമായ റുതബ് എന്നാണ്. അപ്പോൾ തിന്നാൻ പാകപ്പെട്ട നല്ല എല്ലാ ലക്ഷണവും ഒത്ത ഈത്തപ്പഴം എന്ന റുതബൻ ജനിയ്യ. ജനിയ് പാകമായത് പറയാം. പറിച്ചെടുക്കുന്നത് എന്നതിനും ജനിയ്യ എന്ന വാക്ക് ഉപയോഗിക്കാം. ജന ജന എന്ന് പറഞ്ഞാൽ പറിച്ചെടുത്തു അർത്ഥമുണ്ട്. ജന അസിമാർ എന്ന് പറയും. പഴങ്ങൾ പറിച്ചെടുത്തു. ജന ജാനി, പറിച്ചെടുക്കുന്നവൻ, വിളവെടുക്കുന്നവന് ജാനി എന്നാ പറയാം. അപ്പം അതിൽ നിന്നും ആവാം ജനിയ്യ്. ജന എന്ന വാക്കിൽ നിന്നാണ് ജനിയ്യ്, ജന. അപ്പം പറിച്ചെടുക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കാൻ പാകമായത് എന്ന അർത്ഥത്തിൽ ജനിയ്യ് എന്ന പദം ഉപയോഗിക്കാം. അത് എല്ലാ നിലക്കും പാകമായി പറിച്ചെടുക്കാൻ ഉള്ള അവസ്ഥയിലേക്ക് എത്തിയതിനാണ് റുതബൻ ജനിയ്യ എന്നുപയോഗിക്കുന്നത്. അതിനെ മൂപ്പെത്തി അത് പറിക്കാനായിട്ടുണ്ട്, അതിനാണ് റുതബൻ ജനിയ്യ. നീ ആ മരം കുലിക്കുക അല്ലെങ്കിൽ വലിക്കുക. തുസാഖിത്തു അലൈക്ക് റുതബൻ ജനിയ്യ, പാകമായ ഈത്തപ്പഴം നിനക്ക് അതിൽ നിന്ന് വീഴും. അപ്പം നീ വിഷമിക്കേണ്ടതില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒറ്റക്കാണ്, ഭക്ഷണമില്ല, വെള്ളമില്ല, സഹായത്തിന് പോലും ഒരാളില്ല, അതോടൊപ്പം ഭർത്താവില്ലാതെ ഗർഭമുണ്ടായതാണ്, ആളുകൾ ആക്ഷേപം മറ്റൊന്ന്, എല്ലാം കൂടെ മേലിക്ക് മേലെ പ്രസവ വേദന വന്നിരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ് നീ വിഷമിക്കണ്ട. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിത്തു അലൈകി റുതബൻ ജനിയ്യ. നീ ആ മരം ഒന്ന് പിടിച്ച് കുലുക്കിക്കോ, നിനക്ക് നല്ല പാകമായ ഈത്തപ്പഴം അതിൽ നിന്ന് വീഴും. അപ്പോൾ അരുവിയുമായി ഈത്തപ്പഴവുമായി റബ്ബുക തഹ്തക സരിയ്യ എന്ന് നേരത്തെ പറഞ്ഞു. നിനക്ക് റബ്ബിനായി ഒരു അരുവി ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ അരുവിയും കിട്ടി, അതോടൊപ്പം ഈത്തപ്പഴം വെള്ളവുമായി
ഭക്ഷണവുമായി. അല്ലാഹു തആല അവർക്ക് അത്ഭുതകരമായി അവിടെ വെള്ളവും ഭക്ഷണവും ഒരുക്കി കൊടുക്കുന്നു. ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഗർഭിണിക്ക് ഏറ്റവും നല്ല ഭക്ഷണമാണ് ഈത്തപ്പഴം എന്ന് ഇതിൽ നിന്ന് തെളിവാക്കി പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം മറിയം ബീവിക്ക് ആ സമയത്ത് അതാണ് കൊടുത്തത്. അപ്പോൾ അതിനേക്കാൾ മുന്തിയതുണ്ടെങ്കിൽ അത് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ലത് ആ സമയത്ത് തമ്രാണ് അല്ലെങ്കിൽ റുത്തബാണ് എന്നൊക്കെ ഈ തിബ്ബുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പറഞ്ഞത് കാണാൻ കഴിയും. പിന്നെ വകുലി വഷ്റബി വഖർരി ഐന. വകുലി വഷ്റബി, കുലി നീ തിന്നുകൊള്ളുക. അക്കല യകുലു കുൽ, അല്ല സോറി, അതെ, വകുലി നീ തിന്നുകൊള്ളുക. വഷ്റബി നീ കുടിക്കുകയും ചെയ്യുക. അവ തിന്നാനും കുടിക്കാനുമായി. അക്കല യകുലു കുൽ, അത് സ്ത്രീലിംഗമാകുമ്പോൾ കുലി എന്ന് ഉപയോഗിക്കണം. കുൽ കുല കുലി നീ തിന്നുക. ഫകുലി നീ തിന്നുക. വഷ്റബി നീ കുടിക്കുകയും ചെയ്യുക. ഇസ്റബി ശരിബ യസ്റബു ഇസ്റബ്, ശരിബ യസ്റബു ഇസ്റബ്, ഇസ്റബി ഇസ്റബ് ഇസ്റബ ഇസ്റബു ഇസ്റബി. ഒരു പെണ്ണിനോടാകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുക. ഇഫ് അലി എന്നാണ്. അതാണ് കുലി, ഇസ്റബി, ഹുസി ഇതൊക്കെ വാക്കാണ്. ഹുസിയിലേക്ക് അതും ഇതന്നെ. ഹസ യഹുസു ഹുസ, ഹുസ ഹുസ ഹുസു ഹുസി എന്ന പോലെ കുൽ കുല കുലു കുലി, ഇസ്റബ് ഇസ്റബ ഇസ്റബു ഇസ്റബി. അപ്പോൾ അമ്ര ഹാലിറാണ്, മുഅന്നസാണ്. ഫകുലി നീ തിന്നുക. വഷ്റബി നീ കുടിക്കുകയും ചെയ്യുക. വഖർരി ഐന, കറത്ത് ഐനൻ എന്ന് പറഞ്ഞാൽ കൺകുളിർമയുണ്ടാവുക. കറ സമാധാനമടയുക, കുളിർമയാവുക എന്നൊക്കെ അർത്ഥമുണ്ട്. കറ അത് പ്രയോഗമാണ്. കൺകുളിർമ ഉണ്ടാവാട്ടുണ്ടെങ്കിൽ ടെൻഷനൊക്കെ മാറി ഒരു വല്ലാത്തൊരു ആശ്വാസം, കണ്ണിനൊരു കുളിർമ. കുളിർമ ശരിക്കും തണുപ്പാണ്. കണ്ണിന് കുളിർമ ഉണ്ടാകാൻ, കണ്ണ് തണുക്കുകയാണെങ്കിൽ സാധാരണ ടെൻഷൻ വരുമ്പോൾ കരയുമ്പോൾ കണ്ണുനീര് ചൂടാണ്. അതൊക്കെ മാറി നല്ലൊരു റാഹത്തായി. അതുകൊണ്ട് കൺ കുളിർമ എന്ന പ്രയോഗം അതിന് വന്നത്. കണ്ണിന് ചൂട് പോയിട്ട് തണുപ്പുണ്ടാവുക, കുളിർമ. പിന്നെ ചിലരൊക്കെ പറയുന്നു സന്തോഷം കൊണ്ട് കരയുമ്പോൾ ആ കണ്ണീര് തണുപ്പും, വിഷമം കൊണ്ട് കരയുമ്പോൾ കണ്ണീര് ചൂടുമാകുന്നൊക്കെ പറഞ്ഞു കാണുന്നുണ്ട് തഫ്സീലൊക്കെ. ഇനിയിപ്പോൾ അറിയില്ല, അതൊക്കെ നമുക്ക് ആലോചിച്ചിട്ടില്ല. ഏതായാലും വഖർരി ഐന നീ കണ്ണ് കുളിർമയുണ്ടാവട്ടെ, സന്തോഷം അടയട്ടെ എന്നർത്ഥം. തിന്നും കുടിച്ചും ഒക്കെയായി പ്രയാസമില്ലാതെ വിഷമില്ലാതെ നീ ഒന്ന് സന്തോഷിച്ചു കൊള്ളുക. അതാണ് വഖർരി ഐന, നീ കൺകുളിർമ ഉണ്ടാക്കുക. വഖർരി ഖറ എന്ന വാക്ക്, ഖറ അതിനാണ് കർരി എന്ന അമ്ര ഫെയ്ദിൻ്റെ മുഅന്നസായപ്പോൾ കർരി എന്നായി മാറിയത്. വഖർരി ഐന, അതെ, മലയാളത്തിൽ അങ്ങനെ പ്രയോഗിക്കലില്ലാന്നുള്ളൂ. കൺകുളിരാവുക എന്നൊക്കെ പറയേണ്ട ശരിക്ക്. അതുണ്ടാവും, കുട്ടിയുണ്ടായിരുന്നു ആവും. അതെ, ഇനിയിപ്പോൾ ഇത് പ്രസവ ശേഷമാണെന്നും പറയുന്നു. പ്രസവ ശേഷമാണ് ഈ കുളിക്കാൻ പറഞ്ഞതും വെള്ളം കുടിക്കാൻ പറഞ്ഞതൊക്കെ. കാരണം മഹാദോടെ പറഞ്ഞല്ലോ. അപ്പോൾ പ്രസവം കഴിഞ്ഞു എന്നിട്ടാണ് ഇവിടെ വെള്ളം കുടിച്ചോ, ഈത്തപ്പഴം പിടിച്ച് കുടിക്കോ എന്നൊക്കെ പറഞ്ഞത് എന്നും പറഞ്ഞു കാണുന്നു. ഫകുലി വഷ്റബി വഖർരി ഐന ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ. ഫഇമ്മാ തറയിന്ന, ഇമ്മാ തറയിന്ന നീ കാണുന്ന പക്ഷം, ഇമ്മാ തറയിന്ന നീ കാണുന്ന പക്ഷം. തറ എന്ന വാക്കാണ് ശരി തറയിന്നായി മാറി. തറയിൻ്റെ അസ്ല് തർ അയ്യീനന്ന, തർ ഈനന്ന. ഇമ്മാ തർ അയ്യീനന്ന എന്നാണ് ശരിക്കുണ്ടാവുക.
തർഅയ്നന്ന, അതാണ് തറയിന്ന എന്നായി മാറിയത്, ലോപിച്ചത്. ഇമ്മ തർഅയ്നന്ന എന്നതിൽ നിന്ന് കളയപ്പെട്ട് വന്നിട്ടാണ് ഇവിടെ ഒരു യാ ആദ്യം പോയി, പിന്നെ രണ്ടാമത്തെ യാവും പോയി, പിന്നെ ഇതിൽ ഒരു നൂനും കളയപ്പെട്ടു, പിന്നെ അംസയെ മാറ്റിയിട്ട് യാ ആക്കി. അതാണ് തറയിന്ന എന്നായി വരുന്നത്. ഇമ്മ തർഅയ്നന്ന എന്നതിനെ അവസാനം ഇമ്മ തറയിന്ന എന്നായി മാറി. റഅ യറ, റഅ യറ, റഅ എന്ന് ഫെയിൽ മാറി. യറ അസ്ലി യർഅ, യറ അസ്ലി യർഅ എന്നാണല്ലോ. റഅ റഅയ യർഅയു, റഅയ യർഅയു, അതാണ് റഅ യറ എന്നായി മാറുന്നത്. ആ യർഅയുൽ നിന്നാണ് തർഅയു. പിന്നെ തർഅയ്ന, തർഅയു എന്നതിൽ നിന്ന് തർഅയ്ന, അതിലേക്ക് ഇന്ന ചേർന്നു. അപ്പോൾ തർഅയ്നന്ന, അതാണ് ശരിയായ അസ്ലി. റഅ അസ്ലി റഅയ എന്നാണ്. റഅ അസ്ലി റഅയ. അപ്പോൾ റഅയ യർഅയു എന്നാണ് വരേണ്ടത്. റഅയ യർഅയു. അലി യാ മാറ്റി അലിഫാക്കിയിട്ടാണ് റഅ എന്നായി മാറുന്നത്. റഅ യർഅയു ആണ് യറ എന്നായി മാറുന്നത്. റഅ യറ, റഅ യറ. അപ്പോൾ യറ അസ്ല് യർഅയു എന്നാ, യർഅയു, ഇതാണ് യറ എന്നായി മാറുന്നത്. പിന്നെ തറ, തറ നീ കാണും എന്ന് പറയുമ്പോൾ അപ്പം ഇതിൻ്റെ അസ്ല് എന്തായിരിക്കും? തറൻ്റെ അസ്ല് തർഅയു. യറ യർഅയു, തറ തർഅയു. അപ്പോൾ തർഅയു സർഫാക്കിയാൽ തർഅയു തർഅയാനി തർഅയൂന തർഅയീന, തർഅയീന, അതാണ് ഹാദിറാണ്, മുഅന്നസാണ്, മുദക്കറാണ്. അപ്പോൾ തർഅയീന, തർഅയീന. പിന്നെ അതിലേക്ക് ഇന്ന ചേർന്നു. അപ്പോൾ തർഅയീനന്ന, തർഅയീനന്ന, അതാണ് തറ എന്നതിലേക്ക് വരുമ്പോൾ തറയിന്ന. ഇമ്മ തറയിന്ന, ഫഇമ്മ തറയിന്ന മിനൽ ബശരി അഹദ, ഫഇമ്മ തറയിന്ന, നിശ്ചയം നീ കാണുകയാണെങ്കിൽ എന്നർത്ഥം. ഫഇമ്മ തറയിന്ന, നിശ്ചയം നീ കാണുകയാണെങ്കിൽ, മിനൽ ബശരി, മനുഷ്യരിൽ നിന്ന്, അഹദൻ, വല്ലവനെയും ഒരുത്തനെയെങ്കിലും നീ കാണുന്നുവെങ്കിൽ, ഫഖൂലി, നീ പറയുക. ഇവിടെ ഇപ്പോൾ 2-3 ടെൻഷനാണ്. ഒന്ന്, തിന്നാനും കുടിക്കാനുമില്ല, അതിന് പരിഹാരമായി. ഇനിയിപ്പോൾ പ്രശ്നം എന്താണ്? ആളുകളോട് എന്ത് പറയും? പ്രസവം കഴിഞ്ഞു, ഭക്ഷണം കിട്ടി, വെള്ളം കഴിച്ചു, ദാഹം മാറി, വിശപ്പ് മാറി, കുട്ടിനെ കണ്ടു, അതൊക്കെ സന്തോഷം. ഇനി ഈ കുട്ടിയെയും കൊണ്ട് നാട്ടിലിറങ്ങണം. അപ്പോൾ സ്വാഭാവികമായും ഭർത്താവില്ലാത്തതാണ്. അപ്പോൾ ആ ആക്ഷേപങ്ങൾ അവിടെ ബാക്കിയാണ്. അതിനും കൂടി പരിഹാരം വേണം. അതിനെന്ത് ചെയ്യും? അതിപ്പോൾ എന്ത് പണ്ട് കറാമത്താന്ന് പോയി പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യും? അതിനും അല്ലാഹു തആല പരിഹാരം നൽകുന്നു. അതാണ് ഫഇമ്മ തറയിന്ന മിനൽ ബശരി അഹദ, നീ മനുഷ്യരിൽ ആരെങ്കിലും കാണുന്നുവെങ്കിൽ, ഫഖൂലി, നീ പറയുക. കൂലി ഒക്കെ അതേപോലെ തന്നെ കുലി, വസ്റബി, ഹുസി എന്ന് പറഞ്ഞ പോലെ കൂലി. ഖാല യഖൂലു ഖുൽ, ഖാല യഖൂലു ഖുൽ, ഖുൽ ഖൂല, ഖൂലു കൂലി, കൂലി, നീ പറയുക. ഫഖൂലി, അപ്പോൾ നീ പറയുക. എന്ത് പറയുക? ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ, ഇന്നി നദർതു, ഇന്നി, നിശ്ചയം ഞാൻ, നദർതു, ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, ലിർറഹ്മാൻ, റഹ്മാന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, സൗമ, നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്. അതിനാൽ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഫലൻ ഉകല്ലിമ, ഞാൻ സംസാരിക്കുകയില്ല, അൽ യൗം, ഇന്ന്, ഇൻസിയ, ഒരു മനുഷ്യനോടും ഞാൻ സംസാരിക്കുകയില്ല എന്ന് നീ പറഞ്ഞുകൊള്ളുക. ഫഇമ്മ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ. അപ്പം അന്നത്തെ അവരുടെ ശരീഅത്തിൽ നോമ്പ് നോറ്റാൽ മിണ്ടലില്ല. നോമ്പ് നോറ്റാൽ മിണ്ടലില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് നോമ്പാണ്
എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി വർത്തമാനം പറഞ്ഞ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ കുട്ടിയുമായി ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പലതും ചോദിക്കും, എവിടുന്നപ്പോൾ ഈ കുട്ടി എന്താ കഥ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നോമ്പാണ്. അപ്പോൾ നോമ്പായത് ഓൾക്കും അറിയാം, നോമ്പായാൽ മിണ്ടാൻ പറ്റില്ല, നമ്മെ ആയിക്കഴിഞ്ഞ് നോമ്പ് നിന്നിട്ട് നാളെ കാണാം എന്നത് പോകുമല്ലോ. ഇന്നിപ്പോൾ നോമ്പായി, അപ്പം ഇന്നിപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല, ഇന്ന് മിണ്ടൂല, ഇനിയിപ്പോൾ നാളെ ചോദിക്കാം. അപ്പോൾ തൽക്കാലം ഒരു ആശ്വാസം കിട്ടുമല്ലോ, അതാവാം. അപ്പം ഇനി കൂലി നീ പറഞ്ഞോ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നോമ്പറ്റാൻ മിണ്ടാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഇത് പറഞ്ഞാൽ നോമ്പ് കൂടിയില്ലേ? അപ്പോൾ ഇത് പറയുന്നത് ഒരു പക്ഷേ നാവ് കൊണ്ട് പറയാനാവണമെന്നില്ല. ഇബ്നു കസീറും ഖുർത്തുബിയൊക്കെ പറഞ്ഞ ഒരു അഭിപ്രായം, ഇത് നാവ് കൊണ്ട് പറയാൻ ആയിക്കോളുന്നില്ല, അവർക്ക് എന്തെങ്കിലും ഒരു ആംഗ്യം കാണിച്ചു കൊടുക്കുക എന്നാവാം. അല്ലെങ്കിൽ പക്ഷെ അത് പറയാം, അതിന് അനുവാദം ഉണ്ടാവും. നോമ്പാണെങ്കിലും ഇത് പറഞ്ഞോ, അതിനുള്ള അനുവാദം അത് കൊടുത്തിട്ടുണ്ട്, ഇനി അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല എന്ന് ആയിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഏതെന്നാലും അവരുടെ ശരീഅത്തിൽ മൗനവ്രതമുണ്ട്. നോമ്പ് നോറ്റാൽ മിണ്ടാതിരിക്കുക, ഭക്ഷണം കഴിക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ ഭക്ഷണവുമില്ല മിണ്ടലുമില്ല, അതുകൊണ്ട് അവർക്ക് ഭക്ഷണവുമില്ല സംസാരവുമില്ല, ആ നോമ്പും അവർക്കെന്നുണ്ട്. നോമ്പ് നോറ്റാൽ മിണ്ടാനും പറ്റില്ല, തിന്നാനും പറ്റില്ല, അതുമുണ്ടായി. നമുക്കിന്ന് മൗനവ്രതം ശറഇൽ ഇല്ല, ശറഇൽ അങ്ങനെ നോമ്പില്ല. ഇനി ഒരാൾ അങ്ങനെ നോമ്പ് വെച്ചാൽ നീ ഞാൻ ചോദിക്കുക, ഞാൻ ഇന്ന് മിണ്ടാതൊക്കെയാണ്, അത് പറ്റില്ല. നമ്മുടെ ശരീഅത്തിൽ അങ്ങനെ നിയമം ഇല്ല. ഇബ്നു മസ്ഊദ് പണിയിരിക്കുമ്പോൾ രണ്ടാൾ കയറിയെന്നു, ഒരാൾ സലാം പറഞ്ഞു, മറ്റാൾ സലാം പറഞ്ഞില്ല, മുണ്ടില്ല, ഒന്നും ഞങ്ങൾ ഉത്തരക്കേട്. അപ്പോൾ എന്താ ഒന്നും മിണ്ടാത്ത ചോദിച്ചു, അവിടെ നോമ്പാണ്, ഒന്നും മിണ്ടാതൊക്കെ നാർച്ചാക്കിയതാണ് പറഞ്ഞു. അത് ഇബ്നു മസ്ഊദ് വർത്താനം പറയാറുണ്ട്, സലാമും പറഞ്ഞോട്ടെ വർത്താനം പറഞ്ഞോട്ടെ, അങ്ങനത്തെ ഏർപ്പെടപ്പെടില്ല, അത് മറിയം ബീവിക്ക് അല്ലാഹ് അന്ന് കൊടുത്തതാണ്, അനക്കുള്ളതല്ലായിരുന്നു. അപ്പോൾ ആ ശരീഅത്തിൽ അതുണ്ട്, എന്നാൽ ഈ ശരീഅത്തിൽ അതില്ല. അപ്പോൾ ശരീഅത്ത് നിയമങ്ങൾ മാറും. ഓരോ നബിയുടെയും കാലത്ത് ശരീഅത്ത് നിയമങ്ങൾ മാറും, അസ്ല് മാറൂല. അസ്ല് ഏതാ? തൗഹീദ്, വിശ്വാസം. വിശ്വാസത്തിൽ മാറ്റമില്ല. ഇബ്രാഹിം നബിയുടെ കാലത്തോ മൂസാ നബിയുടെ കാലത്തോ തൗഹീദായ കാലം ഇന്നത്തെ കാലത്ത് ശിർക്കാവോ? ഇല്ല. തൗഹീദ് ശിർക്ക് മാറ്റമില്ല. ഒരു നബിയും വന്നിട്ടില്ലെങ്കിലും അത് പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ച യാഥാർത്ഥ്യമാണ്. അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുക എന്നത് അത് പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ സത്യമാണ്. ഒരു നബി വന്നപ്പോൾ അതിൽ മാറ്റം ഉണ്ടാവില്ല. വേറെ നബി വന്നാൽ പുതിയ നിയമം വരാൻ പോണില്ല. എന്നാൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ ആരാധനാ മുറകളിലൊക്കെ സ്വാഭാവികമായും വ്യത്യാസങ്ങൾ വരും. അന്ന് ഹറാമായത് ഇന്ന് ഹലാലാകും, അന്ന് ഹലാലായത് ഇന്ന് ഹറാമാകും. അത് പലതിലും വരാം. നബി ഞങ്ങൾ ഉദാഹരണമായി പറഞ്ഞത് ഒരു പിതാവിന് വ്യത്യസ്ത ഭാര്യമാരിൽ ജനിച്ച മക്കളെ പോലെയാണെന്ന്. അൽ അംബിയാഉ അബ്നാഉൻ ലിഅല്ലാത്തിൻ, പ്രവാചകന്മാരെല്ലാം സഹകളത്രങ്ങളിലെ മക്കളാകുന്നു. ഒരാളുടെ വ്യത്യസ്ത ഭാര്യമാരിൽ ജനിച്ച മക്കളാകുന്നു. അവർക്കെല്ലാവരുടെയും ബാപ്പ ഒന്നാണ്, എന്നാൽ ഉമ്മ വ്യത്യാസമാണ്. എന്ന പോലെ അസ്ലൊന്നാണ്, ബാക്കി നിയമങ്ങളെല്ലാം വ്യത്യാസമാണ് എന്നാണ് നബി അതിനെ കൊടുത്ത ഉപമ. അപ്പം നീ ഒരാളെ കാണുന്നുവെങ്കിൽ, വല്ലവനെയും നീ കാണുന്നുവെങ്കിൽ, മേൽ ബശരി, മനുഷ്യന്മാരിൽ നിന്ന്, അഹദൻ, വല്ലവനെയും ഏതൊരുത്തനെയും നീ കണ്ടാൽ, ഫഖൂലി, നീ പറഞ്ഞോ, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഇന്നി, തീർച്ചയായും ഞാൻ, നദർതു, നേർച്ചയാക്കിയിരിക്കുന്നു, ലിർറഹ്മാൻ, റഹ്മാന് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു, സൗമൻ, നോമ്പ് നേർച്ചയാക്കി. അപ്പം നേർച്ച അല്ലാഹുക്കുള്ള മനസ്സിലായി. ഇനി നദർതു ലിർറഹ്മാൻ എന്നാ, ഞാൻ റഹ്മാനായ റബ്ബിന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, സൗമൻ, നോമ്പ്. അതുകൊണ്ട് ഫലൻ ഉകല്ലിമ, ഞാൻ സംസാരിക്കുകയേ ഇല്ല. ഫലൻ ഉകല്ലിമ, ഞാൻ സംസാരിക്കുകയേ ഇല്ല. കല്ലമ യുകല്ലിമു ഉകല്ലിമു, ഫലൻ ഉകല്ലിമ, ഞാൻ സംസാരിക്കുകയേ ഇല്ല. അൽ യൗം, ഇന്ന്, ഇൻസിയ, ഒരു മനുഷ്യനോടും ഞാനിന്ന് സംസാരിക്കുകയേ ഇല്ല എന്ന് നീ പറഞ്ഞുകൊള്ളുക. അപ്പോൾ പിന്നെ തൽക്കാലം രക്ഷപ്പെട്ടല്ലോ. ഇനിയിപ്പോൾ ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയേണ്ട ആവശ്യമില്ല, എനിക്ക് നോമ്പാണ് അതുകൊണ്ട് മിണ്ടാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിക്കൂല. അങ്ങനെ ഓൽക്കറിയാം നോമ്പ് വെച്ചാൽ മിണ്ടാൻ പറ്റില്ല എന്നുള്ളത്. അതൊരു പരിഹാരമായി അല്ലാഹു തആല നിശ്ചയിച്ച് കൊടുക്കുന്നു. വല്ലാഹു അഅലം. കേട്ടില്ല? കുലിയമ്മ സ്ത്രീലിംഗമായി, കുൽ പുല്ലിംഗം, കൂലി സ്ത്രീലിംഗമാണ്. ഇതല്ല, അത് കുല്ലീന, കുൽ ലീ, നീ എന്നോട് പറയുക, കുൽ ലീ. ഇത് കൂലി. എഴുതലോ?
കേട്ടില്ല. നെതറ നേർച്ച, നെതറ നേർച്ചയാക്കി, നെതിറ് നേർച്ച, നെതിറ് നേർച്ച, നെതറ നേർച്ചയാക്കി, നെതർത്തു ഞാൻ നേർച്ചയാക്കി. മറ്റത് കാല യഖൂലു, കാല യഖൂലു, കൂൽ എന്നാണ് ശരിക്കും വരിക. കാല യഖൂലു എന്നാണല്ലോ, കാല യഖൂലു. ഇതിനാണ് അമ്രുണ്ടായാലും മുതാരി എന്നാണ്. കൽപ്പനാക്രിയ എടുക്കൽ മുതാരിയായ ഫൈലിൽ നിന്നാണ്. കാലിൽ നല്ല എടുക്കുക, യഖൂലു എടുക്കുക. എടുക്കലെങ്ങനെ പലപ്പോഴും പഠിപ്പിച്ചതാണ്. ഇതിനെ കളയും, മുതാരിയുടെ അക്ഷരത്തിനെ കളയും. യാ ഇവിടെ സുക്കൂനാണെങ്കിൽ ഇവിടെ ഹംസ കൊടുക്കും. യായി കളഞ്ഞാൽ പിന്നെ വരെ സുക്കൂനാണെങ്കിൽ ഇപ്പം ഫഅല യഫ്അലു, ഫഅല യഫ്അലു, ഖാല യഖൂലു, ഫഅല യഫ്അലു. ഇവിടെ നമ്മൾ യാവിനെ കളഞ്ഞു. ശേഷമുള്ളതിന് ഇവിടെ ലമ്മാണ്. ഇവിടെ യാവിനെ കളഞ്ഞു. ശേഷമുള്ളതിന് പറഞ്ഞുതരാം, ശേഷമുള്ള സുക്കൂനാണ്. അപ്പോൾ യാവിനെ കളഞ്ഞാൽ ശേഷമുള്ള സുക്കൂനാണെങ്കിൽ ഇവിടെ ഹംസ കൊടുക്കണം. കാരണം സുക്കൂൻ കൊണ്ട് തുടങ്ങാൻ പറ്റില്ല, ഉച്ചാരണം സുക്കൂൻ കൊണ്ട് ആരംഭിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഹംസ ഇവിടെ കൊടുക്കും. സുക്കൂൻ അല്ലെങ്കിൽ ആ ഹംസ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ സുക്കൂൻ അല്ല, അവനിവിടെ ഹംസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഹംസ കൊടുക്കണം. ഇനി ഈ ഹംസക്ക് ഫതഹ് വേണോ കസ്റ് വേണോ ലൊമ്മ് വേണോ? ഇവിടെ ഫതഹ് ആണെങ്കിൽ ഇവിടെ കസ്റ്. ഐനിന് അവസാനത്തിന് മുമ്പുള്ളതെന്നാ പറയാം. അവസാനത്തതിൻ്റെ മുമ്പുള്ളത് ഫതഹ് ആണെങ്കിൽ ഇവിടെ കസ്റ്, ഇവിടെ കസ്റാണെങ്കിലും ഇവിടെ കസ്റ്. അവസാനത്തിന് മുമ്പുള്ളതിന് ഫതഹോ കസ്റോ ആണെങ്കിൽ ഈ ഹംസക്ക് കസ്റ്. ഇപ്പോൾ ഫഅല യഫ്അലു, ഇഫ്അൽ എന്ന് പറയാം. ലറബ യൽരിബു, ലറബ യൽരിബു, യൽരി ഇവിടെ കസ്റാണ്, ഇൽരിബ്. ജലസ യജ്ലിസു കസ്റാണ്, അപ്പോൾ ഇജ്ലിസ്. അപ്പോൾ ഇവിടെ ഫതഹോ കസ്റോ ആണെങ്കിൽ ഈ ഹംസക്ക് കസ്റ് വരും. ഇവിടെ ലൊമ്മാണെങ്കിൽ ഈ ഹംസക്ക് ലൊമ്മ വരും. യഫ്ഉലു എന്നാണെങ്കിൽ യഫ്ഉലു, അപ്പോൾ യാവിനെ കളഞ്ഞപ്പോൾ സുക്കൂന് പിന്നെ ലൊമ്മാണ്. അപ്പോൾ ഈ ഹംസക്ക് ലൊമ്മാവും. ഉഫ് ഉൽ, നസറ യൻസുറു, നസറ യൻസുറു, അപ്പോൾ ലൊമ്മാണ്, യൻസു. അപ്പോൾ ഉൻസുർ. കതബ യക്തുബു, യക്തു ലൊമ്മാണ്, അപ്പോൾ ഉക്തുബ്, ഹംസക്ക് ലൊമ്മാവും. അബദ യഅബുദു ലൊമ്മാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, അവിടെ ലൊമ്മാണ്. അപ്പോൾ ഇവിടെ ലൊമ്മാണെങ്കിൽ അവിടെ ലൊമ്മ്, ഇവിടെ ഫതഹോ കസ്റോ ആണെങ്കിൽ അവിടെ കസ്റ്. ഇനി ഇവിടെ ഇതിലേക്ക് വരാൻ മറ്റേക്ക് ഇവിടെ വെച്ചാൽ പിന്നെ ഹംസ ആവശ്യമില്ല. കാരണം യാവിനെ കളഞ്ഞു, യാവിനെ കളഞ്ഞപ്പോൾ പിന്നെ ലൊമ്മാണ്, അപ്പോൾ ഹംസ വേണ്ട. പിന്നെ അവസാനത്തിൽ സുക്കൂൻ ചെയ്യണം. അപ്പം എന്തായി? കൂൽ എന്നായി, കൂൽ. അപ്പോൾ ഈ വാവിനും സുക്കൂന്, ലാമിനും സുക്കൂന്, രണ്ട് സുക്കൂന് ഒന്നിച്ച് ഉച്ചരിക്കുക എന്നുള്ളത് അറബിയിലില്ല, അത് പറ്റൂല, അത് പ്രയാസമാണ്. അപ്പോൾ ഒന്നിനെ കളയണം, രണ്ടാലും ഒന്നിനെ കളയണം. അപ്പോൾ കളയാൻ നല്ലത് ഏത്? ലാമാണോ വാവാണോ നല്ലത്? വാവാണ്, കാരണം വാവ് രോഗിയാണ്. അപ്പോൾ വാവിനെ കളഞ്ഞു. അപ്പോൾ കുൽ, ഖാല യഖൂലു കുൽ. ഇനി യഖൂലുവിൻ്റെ അസ്ല് തന്നെ യഖ്ബുലു എന്നാ. യഖൂലു അസ്ല് യഖ്ബുലു എന്നാണ് അസ്ല്. ഖബല യഖ്ബുലു എന്നാണ് അസ്ല്. ഖബല യഖ്ബുലു. അപ്പോൾ ഇവിടെ ഒരു മാറ്റം ആദ്യം വന്നു. കാഫിന് സുക്കൂന്, വാവിന് ലൊമ്മ്. ഇവിടെ ഉള്ളത് കാഫിന് സുക്കൂനും വാവിന് ലൊമ്മുമാണ്. കാഫ് ആരോഗ്യമുള്ള അക്ഷരമാണ്, വാവ് രോഗിയായ അക്ഷരമാണ്. ലൊമ്മ് ഭാരമാണ്, സുക്കൂന് ഭാരമില്ലാത്തതാണ്. അപ്പോൾ ആരോഗ്യമുള്ള കാഫ് ഭാരമില്ലാതിരിക്കുകയും രോഗിയായ വാവ് ഭാരം പേറി നിൽക്കുകയും ചെയ്യുന്നു. അത് പാവാണ്. അപ്പോൾ ഈ ലൊമ്മനെ മാറ്റി തൽക്കാലം കാഫിനെടുക്കും. ഈ വാവിനെ ലൊമ്മനെടുത്തിട്ട് കാഫിനെ അങ്ങോട്ട് എടുത്തു. സുക്കൂന് അപ്പോൾ വാവിനെ കിട്ടും ചെയ്തു. അപ്പോൾ വാവ് ഫ്രീ ആയി. വാവ് ഫ്രീ ആയി, കാരണം വാവ് രോഗിയാണ്, അതിനെ കൂടി ഭാരം താങ്ങാൻ കഴിയില്ല. അപ്പോൾ യഖൂലു എന്നായി. അപ്പോൾ നമ്മൾ യായി കളയുമ്പോൾ പിന്നെ അവിടെ ഹംസ ആവശ്യമില്ല, കാരണം ലൊമ്മുണ്ടല്ലോ.
ഹംസ ആവശ്യമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ഇതേ പ്രശ്നം, 2 സുക്കൂന് വന്നു. ഇവിടെ സുക്കൂനാക്കും, അമ്രിന് അവസാനം സുക്കൂനായി മാറും. അപ്പോൾ 2 സുക്കൂനൊപ്പം വന്നു. അപ്പോൾ ആദ്യം വാവിന് ലൊമ്മ് പോയി, ഇപ്പോൾ വാവും പോയി. നേരത്തെ നമുക്ക് വാവിന് ആവശ്യമുണ്ട്, കാരണം ഈ ലൊമ്മ് താങ്ങാൻ ഒരാൾ വേണം. ഇപ്പം ലൊമ്മ ഒറ്റ കൊടുത്തപ്പോൾ വാവ് ഫ്രീ. അപ്പോൾ പിന്നെ തോന്നുമല്ലോ എന്തിനാ പോകണം വെറുതെ നിൽക്കണം, പിന്നെ ഓനും പോയിക്കോട്ടെ, ഒരു പണി എടുക്കണില്ല, പിന്നെ എന്തിനാ ഇപ്പോൾ വെറുതെ. അപ്പോൾ അതിനെ ഒഴിവാക്കി. അതാണ് കുൽ. എന്നാൽ ഇനി ഇത് സർഫാക്കുമ്പോൾ കുൽ കൂല എന്നാണ് വരിക. കുൽ കൂല. കാരണം ഇവിടെ ലാമിന് ഫത്തഹായി മാറി. കൂല എന്ന് പറയുമ്പോൾ വാവിന് ലാമിന് ഫത്തഹായി. അപ്പം 2 സുക്കൂന് എന്ന പ്രശ്നമില്ല. ഇവിടെ കളഞ്ഞത് എന്തുകൊണ്ടാണ്? 2 സുക്കൂണുകൊണ്ടാണ്. ഇവിടെ എത്തുമ്പോൾ 2 സുക്കൂനില്ല, 1 സുക്കൂന് 1 ഫത്തഹായി. അപ്പോൾ വാവ് തിരിച്ചു വന്നു. കളയപ്പെട്ട വാവോടെ തിരിച്ചു വന്നു. ഇപ്പോഴത്തെ സുക്കൂനുണ്ടെങ്കിൽ വാവ് നിൽക്കാൻ കഴിയില്ല, അപ്പോൾ അത് പോകും. ആ സുക്കൂന് പോയപ്പോൾ വാവ് മടങ്ങി വന്നു. കൂല കുൽ കൂല കൂലു കൂലി. അവിടെ ഒന്നും പ്രശ്നമില്ല. കൂലു ലാമിന് സുക്കൂനില്ല. കൂലി അവിടെ ഒന്നും ലാമിന് സുക്കൂനില്ല. അപ്പോൾ അതവിടെ തിരിച്ച് ഇനി മുന്നോട്ട് പോയാലോ? കുൽ കൂല കൂലു കൂലി. പിന്നെ ഇതൊക്കെ പണ്ട് മദ്രസയിൽ തല്ലിട്ട് പഠിച്ചാണ്. കുൽ കൂല കുലു കൂലി കൂല കുൽന കൂലി കൂല കുൽന. അവിടെ എന്താ സംഭവിച്ചത്? കുൽന. കണ്ടോ, ഇവിടെ ലാമിന് സുക്കൂനായി, ലാമിന് സുക്കൂന് വന്നു. അപ്പോൾ വാവ് പോയി, 2 സുക്കൂനപ്പായി. അപ്പോൾ ഒന്നാമത്തിന് പോവും കുൽ, അവസാനത്തിലും പോകും. കാരണം അവിടെ 2ലും 2 സുക്കൂൻ ഒന്നിച്ച് വരുന്നു. ബാക്കിയുള്ളയൊക്കെ 2 സുക്കൂൻ്റെ പ്രശ്നമില്ല. അപ്പോൾ വാവ് അവിടെ നിലനിൽക്കുന്നു. കുൽ കൂല കൂലു കൂലി കൂല കുൽന എന്നാണ് വരിക. അതാണ് അറബി ഭാഷയുടെ സവിശേഷത. ആവട്ടെ. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ ഫഖൂലി, നീ പറയുക, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ റഹ്മാനായ റബ്ബിന് നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഇന്ന് ഒരു ഇൻസിനോടും, നമ്മൾ പറഞ്ഞാൽ ഒറ്റ കുട്ടിനോടും അറിയാം, അത് ഇൻസിയ ഉപയോഗിച്ച്, ഒരു ഇൻസായ ഒരു വർഗത്തിനോടും ഞാനിന്ന് മിണ്ടുകയില്ല എന്ന് നീ പറയുക. എന്നാലും മനുഷ്യന്മാർ വിടുന്നില്ല. എന്താ ഇപ്പോൾ ഓളിപ്പോൾ കുട്ടിയുണ്ടായി, ഇപ്പോൾ ഞാൻ നോമ്പ് നടക്കുകയാണ്, ഓളെ വിളന്നൊക്കെ പറയുവാണെങ്കിൽ അതോമല്ലോ. അപ്പോൾ അതും ആളുകൾ സമ്മതിക്കില്ല. എന്നാലും കുറച്ചാക്കെങ്കിലും തൽക്കാലം സമാധാനം ഉണ്ടാവും. നോമ്പാണെന്ന് ഇനിയിപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല, നോമ്പുണ്ടല്ലോ, ഞാൻ നാളെ ചോദിക്കാം. ആ വലിയ ചൂട് കഴിയുമല്ലോ, ഒരു ഇളകി തിരിഞ്ഞിട്ട് വരുമ്പോൾ അപ്പം ഒന്നും പറയാൻ തന്നാൽ മതി. അപ്പോൾ ഇത് ഒരു പാഠമൊക്കെ ഉണ്ട്. ഒന്നാകണം വരുമ്പോൾ തൽക്കാലം ഉണ്ടാക്കുക, അതൊക്കെ അമർന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പറയാൻ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നിപ്പോൾ നോമ്പാണ്, ഇന്ന് വൃത്തിയില്ല, നാളെ വരി. അപ്പോൾ ഏതായാലും നാട്ടിലൊക്കെ ചർച്ചയായി പല അഭിപ്രായങ്ങൾ വന്നു. ആ ചൂടും പോയിക്കണ്ട് അമർന്നിട്ട് വരുമ്പോൾ ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കും ചെയ്യും. ഇവിടെ അതല്ല, ഇവിടെ പിന്നെ അല്ലാഹു തആല കുട്ടിനെ കൊണ്ട് സംസാരിപ്പിച്ചു. ഉമ്മാക്ക് നോമ്പായി, അപ്പോൾ ഉമ്മാക്ക് മുണ്ടാൻ വയ്യ, എന്നാലും ആൾക്കാർ ഒച്ചപ്പാടുണ്ടാക്കും. അപ്പോൾ കുട്ടിയോട് പറഞ്ഞു, എന്നാൽ പിന്നെ അതോട് കഴിഞ്ഞാലോ. അടുത്ത അത്ഭുതം അല്ലാഹു അതിലൂടെ അവിടെ കാണിച്ചു കൊടുത്തു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ് എടുക്കാം. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. സുബ്ഹാനക്കല്ലാഹ്.